എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു ഇൻട്രോയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ വരുന്നതെന്ന്. ഇത് എൻ്റെ ചാനലിനും സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ സ്ട്രൈക്ക് കിട്ടിയിട്ട് അടുത്തിടുന്ന വീഡിയോ അതിനെപ്പറ്റി തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. കാരണമെന്ന് പറഞ്ഞാൽ ഞാനും ഒരു തുടക്കക്കാരിയായിരുന്നു. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലായിരുന്നു. എന്താണ് കോപ്പിറൈറ്റ് എന്നറിയത്തില്ല, എന്താണ് സ്ട്രൈക്ക് എന്നറിയത്തില്ല. പക്ഷേ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം പഠിക്കും. അങ്ങനെയാണ് ഞാൻ എന്താണ് യൂട്യൂബ് വീഡിയോ, എന്തൊക്കെ അപ്ലോഡ് ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളൊരു സത്യം പറഞ്ഞ ഒരു ക്ലാസ് എനിക്കിപ്പോഴാണ് കിട്ടിയതെന്ന് പറയാം. ചാനൽ തുടങ്ങിയിട്ട് ഒരു 1-2 വർഷമായെങ്കിലും ഞാൻ കൂടുതലൊന്ന് ആക്റ്റീവായിട്ട് നിന്നത് 1 മാസം കൊണ്ടാണ്. അപ്പോൾ 1 മാസം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഞാൻ വീഡിയോസിനെക്കാട്ടിയും ഷോർട്സാണ് ഇടുന്നത്. അപ്പോൾ ഷോർട്സിൽ പൊതുവേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്സ് അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം റീച്ച് കിട്ടും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെയൊന്നും വിചാരിച്ചു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അത് അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് വോയിസ് എടുത്താലും നമുക്കതിന് കോപ്പിറൈറ്റ് കിട്ടിയിരിക്കും. ആ കോപ്പിറൈറ്റാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാനായിട്ട്, കോപ്പിറൈറ്റ് കിട്ടി ഒരുപാട് കോപ്പിറൈറ്റ് ആകുമ്പോൾ അതൊരു സ്ട്രൈക്കിലോട്ട് പോകും. അത് പക്ഷേ എനിക്കറിയത്തേ ഇല്ലായിരുന്നു. ഞാനിത് ഇപ്പോഴാണ് പഠിച്ചത്. അത് നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പൊതുവെ ചെയ്യുന്നത് ആ വീഡിയോ അപ്പോഴേ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഇഷ്യൂ ഇല്ലല്ലോ. കോപ്പിറൈറ്റ് കിട്ടിയ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഇഷ്യൂ ഇല്ല. അങ്ങനെയല്ല, വീഡിയോ നമ്മൾ കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് യാതൊരു കാര്യമില്ല. ആ കോപ്പിറൈറ്റ് അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരുപാട് കോപ്പിറൈറ്റ്സ് ആവുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടും. സ്ട്രൈക്ക് എന്ന് പറയുന്നൊരു വാക്ക് സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുന്നെയാണ് ഞാൻ പഠിച്ചത്. കാരണം ആദ്യത്തെ സ്ട്രൈക്കിന് നമുക്ക് ഒരാഴ്ചയാണ് അവർ നമുക്ക് ചാനലിൽ നിന്ന് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ലൈവ് ഇടാൻ പറ്റത്തില്ല, വേറെ പോസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് തരുന്നൊരു ക്ലാസ്സാണ്. ആ സമയത്ത് നമ്മൾ പഠിക്കണം എന്തൊക്കെ അപ്ലോഡ് ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു സിറ്റുവേഷനാണത്. കോപ്പിറൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്ട്രൈക്ക് കിട്ടാനായിട്ട് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ കൂടുതലും ഫാമിലി വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ തോട്ടിൽ കുളിക്കുന്നതും അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ആൺകുട്ടികളാണ് തോട്ടിൽ കുളിച്ചുകൊണ്ട് നിന്ന വീഡിയോസ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിയത്. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മെയിലും വരും, എന്ത് കാരണം കൊണ്ടാണ് നമ്മളെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയത് എന്ന് കാണിച്ചിട്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോയ്ക്ക് ഈ കോപ്പിറൈറ്റ് ഇല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സ്ട്രൈക്ക് ആവുകയാണ് ചെയ്തത്. അതോടെ ചാനൽ സ്ട്രൈക്കായി. അപ്പോൾ അതെനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ചൈൽഡ് സേഫ്റ്റിയുടെ ഇത് വെച്ചിട്ടാണ് എനിക്ക് അത് ചാനൽ സ്ട്രൈക്കായത്. അതായത് കുഞ്ഞുങ്ങളുടെ നഗ്നതാ പ്രദർശനം അനുവദനീയമല്ല. അതായത് ഞാൻ ഉടുപ്പിട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളുമായിരുന്നു. പക്ഷേ അതും യൂട്യൂബിൽ അലൗഡ് അല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതെനിക്കറിയത്തില്ലായിരുന്നു. അതോടെ ചാനൽ സ്ട്രൈക്കായി. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിചാരിക്കും കുഞ്ഞു മക്കളല്ലേ വീഡിയോസ് ഇടാം, ഇൻസ്റ്റാഗ്രാമിലൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ ഇടാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. യൂട്യൂബിൽ കൈയോടെ തന്നെ ചാനൽ പൂട്ടിപ്പോകാനുള്ളൊരു ചാൻസ് വരെയുണ്ട്. നമുക്ക് അതായത് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടുവാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാം. അപ്പീൽ ചെയ്തിട്ട് ചിലവർക്കത് മാറും, ചിലവർക്ക് മാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പീൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ നമുക്ക് ഈ വയലേഷന് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ചാനലിൽ കിട്ടുന്ന ആദ്യത്തെ സ്ട്രൈക്കാണിത്. ആദ്യത്തെ സ്ട്രൈക്ക് ഒരാഴ്ച നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു അതിൻ്റെ ഒരു പോരായ്മയല്ല, നമുക്ക് കിട്ടുന്ന അടി എന്തെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാച്ച് അവറും ഷോർട്സ് വ്യൂസും എല്ലാം നഷ്ടമാവും. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോകുമെന്നല്ല, അത് കുറയും. എല്ലാം ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ കുറയുമെന്നല്ല, അങ്ങനെയല്ല പറഞ്ഞ് നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവ് ആ വാച്ച് അവറിൽ സംഭവിക്കും. അപ്പോൾ നമ്മളത് വീണ്ടും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് പണിപ്പെടേണ്ടി വരും.
അപ്പോൾ ആദ്യത്തെ സ്ട്രൈക്ക് വന്നത് ഒരാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരാഴ്ച കഴിഞ്ഞ് ഈ സ്ട്രൈക്ക് മാറി. പക്ഷേ ഈ സ്ട്രൈക്ക് കിട്ടി 90 ഡേയ്സ് 90 ദിവസത്തിന് ഇടയ്ക്ക് നമ്മൾ അടുത്ത സ്ട്രൈക്ക് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ വീണ്ടും 2 ആഴ്ച നമുക്ക് സ്ട്രൈക്ക് കിട്ടും. ഈ 2 ആഴ്ചത്തെ സ്ട്രൈക്ക് കിട്ടിയിട്ട് 2 ആഴ്ചത്തെ സ്ട്രൈക്കിന് മാറുമല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 90 ഡേയ്സിനുള്ളിൽ നമുക്ക് അടുത്ത സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ എന്നേക്കുമായിട്ട് നമ്മുടെ ചാനൽ അവസാനിക്കുമെന്ന് തന്നെ പറയാം. അപ്പോൾ അത് പിന്നെ ആ 3-ാമത്തെ സ്ട്രൈക്ക് കിട്ടിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ അങ്ങ് ഡിലീറ്റ് ആവും. പിന്നെ ചാനലില്ല. പിന്നെ നമ്മൾ അത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ വ്യൂസും വാച്ച് അവറും ചില ചാനൽ മോണിറ്റൈസ് ആയ ചാനലായിരിക്കും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് നിസ്സാരമായിട്ട് കളയരുത്. പിന്നെ കുഞ്ഞുങ്ങളുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ അവരെ ഉപദ്രവിക്കുന്നതായിട്ട് ചിലപ്പോൾ നമ്മൾ തമാശയ്ക്ക് ആ ഒരു തമാശ രൂപേണ ചെയ്യുന്നതായിരിക്കും. പക്ഷെ തമാശയ്ക്ക് ചെയ്യുന്നത് പോലെ ഒരു കല്ലെടുത്തെറിഞ്ഞാലും നമുക്കത് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് യൂട്യൂബ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഞാനിപ്പോൾ പഠിച്ചു. ഈ സ്ട്രൈക്ക് കൂടെ ഞാൻ പഠിച്ചു. അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.